ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കരിഞ്ജീരകത്തിൻ്റെ അത്ഭുത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മരണമൊഴികെയുള്ള മറ്റെല്ലാ അസുഖങ്ങൾക്കും പരിഹാരമായിട്ടാണ് കരിഞ്ജീരകത്തെ പണ്ട് മുതലേ കണക്കാക്കിയിട്ടുള്ളത്. കരിഞ്ജീരകത്തിൽ അടങ്ങിയിട്ടുള്ള തൈമോക്യുനോൺ എക്സ്ട്രാക്റ്റ് നമ്മുടെ ബോഡിക്ക് ഹൈ ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നതോടൊപ്പം മറ്റു പല അസുഖങ്ങളിൽ നിന്നും ബോഡിയെ സംരക്ഷിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, എപ്പിലെപ്സി, ആസ്മ, കൊളോൺ ക്യാൻസർ, ഒട്ടനവധി ചർമ്മരോഗങ്ങൾ, അൾഷിമേഴ്സ് മുതലായവയ്ക്ക് വളരെയധികം എഫക്റ്റീവായ ഒന്നാണ് ഈ കരിഞ്ജീരകം. അതുപോലെ കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ നമ്മൾ ഒരുപാട് സ്കിൻ ഡിസീസിന് യൂസ് ചെയ്യുന്നുണ്ട്. സോറിയാസിസ് പോലെയുള്ള അലർജിക്കും അതുപോലെ പല്ലുവേദന, തലവേദന മുതലായവയ്ക്കും ഈ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്കിന്നിന് നല്ല കളറ് കിട്ടാനും മുടി വളരാനും ഈ ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കരിഞ്ജീരകം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഇനി ഒരു പാൻ വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നമുക്ക് എളുപ്പത്തിന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് തേൻ ചേർത്തിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുക്കേണ്ടത്. ഞാനിതിവിടെ തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച കരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു മിക്സ്ചർ എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഒരു സ്പൂൺ വെച്ചിട്ട് കഴിച്ചാൽ മതി. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുത്. കിഡ്നിക്കൊക്കെ അസുഖം വരാൻ ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി ടൈമിലും ലോ BP ഉള്ളവരും ലോ ബ്ലഡ് ഷുഗർ ഉള്ളവരും ഇത് കഴിക്കരുത്. തേൻ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.